ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നുമല്ല. കുറച്ച് പേരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ ഇതേപോലെ ആയിരുന്നില്ല പണ്ട്. കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ വണ്ണം വെച്ചത് എങ്ങനെയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേരല്ല, എൻ്റെ ചാനൽ കാണുന്ന ഒരു 5-6 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇടാന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാൻ ഒരുപാടൊന്നും അതിന് വേണ്ടി ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, ഞാൻ പഴയ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പഴയ വീഡിയോസ്, അതായത് ഒരു 1.5 വർഷം മുന്നേ ഉള്ളൊരു വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കോലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിൽ നിന്നും ഇതുവരെ എത്താൻ എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ആ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഗെയിൻ ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡിൽ വന്ന മാറ്റം തന്നെയാണ് കേട്ടോ. ഫുഡിൽ വന്ന മാറ്റവും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ്. ഈ 2 കാര്യങ്ങളാണ്. അതും ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല, 1-2 മാറ്റങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏതൊരാൾക്കും വണ്ണം വയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്ഷീണിച്ചിരുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കൊന്നും വണ്ണം വയ്ക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു, ബോഡിയായിരുന്നു. എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കാത്തൊരു ബോഡിയായിരുന്നു. അപ്പോൾ ഞാൻ എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു വണ്ണം വെക്കാത്തതില്ല കേട്ടോ അന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എന്നുവെച്ചാൽ കുറച്ച് ഒരു ചെറിയ മാറ്റം. അന്ന് നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് വണ്ണം വെക്കണം. വെറുതെ ചോറും കാര്യങ്ങളൊക്കെ മാത്രമേ കഴിക്കുന്നുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് വലിയ കാര്യമായിട്ട് മേത്ത് പിടിക്കാതിരുന്നത്. പക്ഷേ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്മൂത്തി അടിച്ച് കുടിക്കാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ ലൈഫ് ചേഞ്ചർ എന്ന് പറയാം. അതായത് അത്രയ്ക്ക് റിസൾട്ട് തന്ന ഒരു സംഭവമായിരുന്നു സ്മൂത്തി അടിച്ച് കുടിക്കണം. അതിൽ ഉണ്ടായിരുന്നത് പാല്, പഴം, ഈന്തപ്പഴം, ബദാം, പീനട്ട് ബട്ടർ. ഈ 5 സാധനങ്ങളായിരുന്നു മെയിനായിട്ട് ഞാൻ ഇട്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈന്തപ്പഴം സ്വീറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഹണി ആയാലും ഇട്ടാൽ മതി കേട്ടോ. അപ്പം പാലും പീനട്ട് ബട്ടർ മസ്റ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ പീനട്ട് ബട്ടറാണ് ഞാൻ വണ്ണം വെക്കാനായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം, ഒരു ഘടകത്തിൽ ഒന്നെന്ന് പറയുന്നത് പീനട്ട് ബട്ടറാണ്. അപ്പോൾ പാലും പീനട്ട് ബട്ടറും പഴവും ബദാമും, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും യൂസ് ചെയ്തേക്കാം. അടിച്ചു കുടിക്കുക. അപ്പോൾ ഇത് ഡെയിലി, ഒരു ദിവസം പോലും ഇടപെടാണ്ട് ഡെയിലി അടിച്ചു കുടിക്കുക. 1 മാസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ലോണം സ്കിൻ നിറം വയ്ക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പുഷ്ടിപ്പ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് വന്ന മാറ്റത്തിൽ ഒരു കാരണം ഇതാണ് കേട്ടോ. എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ലോണം വണ്ണം വെക്കണം. നല്ലോണം അല്ല, അതായത് ഭയങ്കരമായിട്ട് പൊണ്ണത്തടിയൊന്നും ആവില്ല. നമുക്ക് അത്യാവശ്യം ഒന്നൊരു നല്ലൊരു പ്രസരിപ്പും നല്ലൊരു ഉന്മേഷവും അതേപോലെ നല്ലൊരു മനസ്സിലായല്ലോ അല്ലേ, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അങ്ങനെ ക്ഷീണിച്ചിരുന്നവർ ഒന്ന് വണ്ണം വെക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, ആ ഒരു ഭംഗി വരും കേട്ടോ. പിന്നെ അടുത്തത് എന്നെ ഇതേപോലെ സഹായിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഒരു ഉണ്ട ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവരാണ്, അല്ലെ വണ്ണം വെക്കണം ക്ഷീണിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ വണ്ണം വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം നിറവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ബോഡി മൊത്തം, അതായത് മുഖം മാത്രമല്ല നമ്മുടെ ബോഡി മൊത്തം നിറം വയ്ക്കും. അതേപോലെ നല്ലൊരു പുഷ്ടിപ്പ് ഉണ്ടാവട്ടെ. ഞാൻ ആകെ 1 മാസമേ കഴിച്ചുള്ളൂ. പിറ്റേ മാസം കല്യാണം വരുന്നത്, അതുകൊണ്ട് 1 മാസം ഞാൻ കഴിച്ചുള്ളൂ. ആ മാസം തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ഒരു 30 ദിവസം ഉള്ളെങ്കിലും വരെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ലോണം നിറവും വെക്കുകയും ചെയ്യും, അതേപോലെ നല്ലോണം വണ്ണവും വെക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരുന്നത് കുറച്ച് നട്ട്സാണ് കേട്ടോ. നട്ട്സ് വേണം. അതായത് ബദാം, വാൾനട്ട്, പംകിൻ സീഡ്, എള്ളുണ്ടല്ലോ, പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു ഇത് കപ്പലണ്ടി, കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉള്ളവരാണെങ്കിൽ അതിടാം. പിന്നെ അതേപോലെ
വൻപയറൊക്കെ ഉണ്ടല്ലോ, അല്ല വൻപയറും പോട്ടെ, കടല ഉണ്ടല്ലോ, കടല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഈന്തപ്പഴം ചേർത്തിട്ട് നല്ലോണം ഉണ്ടയാക്കി എടുക്കുക കേട്ടോ. ഈന്തപ്പഴവും നെയ്യുണ്ടല്ലോ, നെയ്യും കൂടി ചേർത്തിട്ട് നല്ലോണം ഉണ്ടയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ വേറെ ന്യൂ ഉണ്ടാക്കിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 1 മാസം വരെ വെക്കാറില്ല, 2 ആഴ്ച കൂടുമ്പോൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിലും ബോഡി മൊത്തം നിറം വെക്കാനും വണ്ണം വെക്കാനും ഇതിലും വലിയ റിസൾട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല. അത്രയ്ക്കാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്, ഒരു 100% ഷുവറാണ്. നിങ്ങൾ എന്തായാലും നിറം വെക്കുകയും വണ്ണം വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തിരുന്നതാണ്, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല ഇതൊന്നും. അതുകൊണ്ട് ഞാൻ ആദ്യം വണ്ണം വെക്കുന്ന ടൈമിൽ ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കുറേ കമൻറ്റ് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം അതാണ് അടുത്തൊരു കാര്യം, അതായത് നിറവും വണ്ണവും വെക്കാനായിട്ട് എന്നെ സഹായിച്ച അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ഒട്ടും വണ്ണം വെക്കാൻ പറ്റില്ലെന്നായിരുന്നു, ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ടീമായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് നല്ലോണം മാറ്റം വന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം നട്ട്സൊക്കെ വാങ്ങാൻ കുറച്ച് കാശുണ്ട്, അതുകൊണ്ട് 1 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി 1 മുട്ടയെങ്കിലും കഴിക്കണം, അതേപോലെ ഒരു പഴം, ഏത്തപ്പഴമോ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. പിന്നെ ഏത്തപ്പഴം നെയ്യിലിട്ട് കഴിക്കണം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി കഴിക്കാറില്ല, അത് വേറെ കാര്യം. എനിക്ക് ഈ 2 സംഭവങ്ങളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ മലയാളികൾ ചോറ് കഴിക്കാണ്ടിരിക്കില്ല, അതെനിക്കറിയാം. എന്നാലും ഒരു നേരമെങ്കിലും കഴിക്കാത്തവരാണെങ്കിൽ 1 നേരമെങ്കിലും ചോറ് കഴിക്കാൻ നോക്കുക, അതും നല്ലതാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, നല്ലോണം ഉറങ്ങണം കേട്ടോ. ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഒട്ടും ഒരു ഉന്മേഷം ഉണ്ടാവില്ല, അതേപോലെ നമ്മൾ കഴിക്കണമൊന്നും പിടിക്കുകയില്ല. അതുകൊണ്ട് നല്ലോണം ഉറങ്ങുക. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 2 വർഷം മുന്നേയൊക്കെ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആയിരുന്നു. എൻ്റെ മേത്ത് എന്തൊക്കെ കഴിച്ചാലും എൻ്റെ മേത്ത് പിടിക്കാറുണ്ടായാലും എൻ്റെ കോലം തന്നെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം വെക്കണം, നിറം വെക്കണം, അതേപോലെ ഭംഗി ഉണ്ടാവണം, വണ്ണം വെക്കണം എന്നുള്ളവരാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അതാണ് മെയിനായിട്ട് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട മാറ്റം. അപ്പോൾ നല്ലോണം ഉറങ്ങുക, നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് റിസൾട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഉണ്ടയുടെ റെസിപ്പി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യുക. കുറേ കമൻറ്റ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. പിന്നെ സ്മൂത്തിയുടെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും മാറ്റങ്ങളാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ മിക്കവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എങ്കിൽ പിന്നെ അതേപോലെ ഈ നല്ല യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.